ഐതിഹാസിക ഫോർഡ് ബ്രോങ്കോ നെയിം പ്ലേറ്റ് 1996 വിപണിയിൽ നിന്ന് പിൻവാങ്ങിയിരുന്നു. പിന്നീട് അതിന്റെ പുനരുജ്ജീവം 2017 ട്രിയോയിറ്റ് ഓട്ടോ ഷോയിൽ അമേരിക്കൻ വാഹന നിർമ്മാതാക്കൾ പ്രഖ്യാപിക്കുകയും ചെയ്തു. മാസങ്ങളുടെ കാലതാമസത്തിനും അനന്തരമായ ഊഹാപോഹങ്ങൾക്കും ശേഷം 2021 ഫോർഡ് ബ്രോങ്കോ ഇന്ന് അനാച്ഛാദനം ചെയ്തിരിക്കുകയാണ്. ജീപ്പ് റാംഗ്ലറുമായുള്ള മത്സരം പുതുക്കുന്നതിനായി 24 വർഷത്തിനു ശേഷം ബ്രോങ്കോ തിരിച്ചെത്തിയിരിക്കുകയാണ്. ചെറിയ ബ്രോങ്കോ സ്പോട്ട് കൂടാതെ 2 ഡോർ 4 ഡോർ പതിപ്പുകൾ കമ്പനി വാഗ്ദാനം ചെയ്യുന്നു. ഓഫ് റോഡിന് നൂതന സവിശേഷതകളും സാങ്കേതിക വിദ്യകളും ലഭിക്കുന്നു. കൂടാതെ മൊത്തം 10 നിറങ്ങളിൽ വാഹനം ലഭ്യമാണ്. പുതിയ സൈബർ ഓറഞ്ച്, ആന്റിമാറ്റർ ബ്ലൂ, ഫൈറ്റർ ജെറ്റ് ഗ്രേ, ഏരിയ 51 ഷേഡുകൾ കൂടാതെ ചിലത് മസ്താംഗ ശ്രേണിയിൽ നിന്ന് എടുത്തിട്ടുള്ളവയാണ്. 2 ഡോറുകളുള്ള ബ്രോങ്കോ യഥാർത്ഥ പതിപ്പിൽ നിന്ന് ചതുരാകൃതിയിലുള്ള ഫ്രണ്ട് ഗ്രില്ലും മറ്റു പതിപ്പുകളിലേതുപോലെ വൃത്താകൃതിയിലുള്ള ഹെഡ്ലാമ്പുകളുമുള്ള ഡിസൈൻ ഘടകങ്ങൾ നേടുന്നു. സ്റ്റൈലിംഗ് ഭൂതകാലത്തിലേക്കുള്ള ഒരു മടക്കമാണ്. ഒപ്പം ബ്രോങ്കോയുടെ വികാരം കൂടുതൽ ആധുനികതയോടും അത്യാധുനിക ആകർഷണത്തോടും കൂടി മടങ്ങിയെത്തുന്നു. ബോക്സി പ്രൊഫൈലിൽ മികച്ച ഡിസൈൻ ഘടകങ്ങൾ, പിൻവശത്ത് വിന്റേജ് സ്പെയർ വീൽ, ടാർപ്പിഡ് റൂഫ് ലൈൻ എന്നിവ അടങ്ങിയിരിക്കുന്നു. കരുത്തുറ്റ പില്ലറുകളും സ്റ്റീൽ ബമ്പറുകളും ബോൾഡ് വീലാർച്ചുകളും ഫെൻഡറുകളും കൂടാതെ റോഡ് അധിഷ്ഠിത നോബി ടയറുകളും വാഹനത്തിലുണ്ട്. 4 വീൽ ഡ്രൈവ് SUVകളിൽ ചിലതുപോലെ 2021 ഫോർഡ് ബ്രോങ്കോ ബോഡി ഓൺ ഫ്രെയിം നിർമ്മാണ ശൈലിയിൽ ഒരുങ്ങുന്നു. കൂടാതെ വിട്ടുവീഴ്ചയില്ലാത്ത 4x4 സ്വഭാവ സവിശേഷതകൾക്കായി സോളിഡ് പിൻ ആക്സിൽ സജ്ജീകരിച്ചിരിക്കുന്നു. പുതിയ ബ്രോങ്കോ അതിന്റെ ഫ്രെയിം റേഞ്ചർ പിക്കപ്പ് ട്രക്കുമായി പങ്കിടുന്നു. കൂടാതെ അലൂമിനിയം ബോഡി പാനലുകളും വാഹനത്തിലുണ്ട്. കോമ്പാക്ട് ബ്രോങ്കോ സ്പോർട്ടിന് യൂണിബോഡി നിർമ്മാണമാണ്. പവർ ട്രെയിൻ ഓപ്ഷനുകളിൽ 2 ലിറ്റർ ഇക്കോബൂസ്റ്റ് എഞ്ചിൻ 270 bhp കരുത്തും 420 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് 10 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. F150 നിന്നുള്ള 2.7 ലിറ്റർ V6 ടിൻ ടർബോ എഞ്ചിൻ 325 bhp കരുത്തും 542 Nm ടോർക്കും പുറപ്പെടുവിക്കുന്നു. ബ്രോങ്കോ റാപ്റ്റർ ഒരു V8 പവർ ട്രെയിൻ ഉപയോഗിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതേസമയം ഒരു ഹൈബ്രിഡ് സിസ്റ്റത്തെയും എഞ്ചിൻ നിരയിൽ നിന്ന് തള്ളിക്കളയാനാവില്ല. ഫോർഡിന്റെ ടെറൈൻ മാനേജ്മെന്റ് സിസ്റ്റം, ട്രെയിൻ കൺട്രോൾ, ആക്റ്റീവ് സസ്പെൻഷൻ, വ്യത്യസ്ത ഡ്രൈവ് മോഡ് ക്രമീകരണങ്ങളുള്ള ട്രാൻസ്ഫർ കേസ് പ്രവർത്തിപ്പിക്കുന്നതിനുള്ള ഒരു ഇലക്ട്രോണിക് ഡയൽ, മുന്നിലും പിന്നിലുമുള്ള ആക്സിലുകൾക്കിടയിൽ ടോർക്ക് വിഭജനത്തിനുള്ള വൈറ്റ് മൾട്ടി പ്ലേറ്റ് ക്ലച്ച് എന്നിവയാണ് റേഞ്ച് അടിസ്ഥാനമാക്കിയുള്ള ബ്രോങ്കോയിലെ പ്രധാന സാങ്കേതിക വിദ്യകൾ.